ഹായ് എവ്രിവൺ. ഇന്നത്തെ ലഞ്ചിന് അമ്മ ഉണ്ടാക്കിയ വറുത്തരച്ച ഞണ്ട് കറിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഞണ്ടുകളിൽ തന്നെ വെറൈറ്റി ടൈപ്പ് ഉണ്ട്. അതിൽ നീല കളർ വരുന്ന ഞണ്ടാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ് പറയപ്പെടുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഞണ്ടാണ്. ആദ്യം കറിക്ക് വേണ്ട തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടാകുമ്പോൾ 2 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. വേറെ ഗരം മസാലയോ കുരുമുളകോ ഒന്നും സാധാരണ അമ്മ ക്രാബ് കറി ചേർക്കാറില്ല. പട്ട ഒന്ന് ചൂടാകുമ്പോൾ കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ ചുണ്ടത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ വറുത്തെടുക്കാം. കുറച്ച് സാദാ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ കളറൊക്കെ മാറി ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറും വരെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നന്നായി തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. തേങ്ങ അരച്ച് വെച്ചതിന് ശേഷമാണ് ഞണ്ട് ക്ലീൻ ചെയ്യുന്നത്. ഇനി ക്ലീൻ ചെയ്ത് വെച്ച ഞണ്ടിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു തക്കാളി അരിഞ്ഞത്, 3 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത് ഇവിടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തരച്ച് വെച്ച തേങ്ങ ചേർത്തിളക്കി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് വെള്ളം ഒഴിക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ വേണ്ടി. ഇടയ്ക്ക് കറി ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഞണ്ട് കറി ഏകദേശം വെള്ളമൊക്കെ വറ്റി കുറുകിയ ചാറോട് കൂടി ആയിട്ടുണ്ട്. ഇനി അമ്മ ടേസ്റ്റൊക്കെ ബാലൻസ് ചെയ്യാൻ ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ച ഓപ്ഷണലാണ്. ഇവിടെ എല്ലാവർക്കും ചെറിയ മധുരത്തോട് കൂടിയ ക്രാബ് കറിയാണ് ഇഷ്ടം. അതുകൊണ്ട് ചേർക്കുന്നതാണ്. കറി റെഡി ആയിട്ടുണ്ട്. ഇനി കറിവേപ്പില ചേർത്തിളക്കി സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇനി കറിയിലേക്ക് വറവിടാം. അതിനുവേണ്ടി ഒരു തടുക്കാ പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതായി കട്ട് ചെയ്ത ഒരു കഷ്ണം സവാള ചേർത്ത് കൊടുക്കാം. സവാള നിറമൊന്ന് മങ്ങുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്ത് കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കണം. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കറിയിലേക്ക് ഒഴിക്കാം. സൂപ്പർ ടേസ്റ്റി ഞണ്ട് കറി റെഡി. മിക്കവരും ഉണ്ടാക്കുന്നതായിരിക്കും. ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കി കമൻസ് അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.